സമരം തീരുന്നു വന്ന് ഞങ്ങൾ ഡ്യൂട്ടി കയറും. തീർന്നില്ലെങ്കിൽ അത് നിശ്ചിതകാലമായി മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു. എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നും. പക്ഷെ അതൊന്ന് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ഡെയിലി വേജസ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വെറും 1333 രൂപയാണ് വരുന്നത്. 1400 രൂപ തികച്ചു പോലും ഇല്ല. ജനവിചാര ചാനലിലെ ഇന്നത്തെ ജനവിചാരം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കാരക്കുറ്റിയിലെ അപ്പോളോ ഹോസ്പിറ്റലിലാണ്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റൽ ഒന്നായ അപ്പോളോയിലെ നേഴ്സസ് ഇന്നിവിടെ സമരത്തിലാണ്. അവരൊരു മിനിമം വേജസിൻ്റെ ആവശ്യമായാണ് ഈ സമരം ചെയ്യുന്നത്. 200-ൽ കൂടുതൽ നേഴ്സസാണ് ഇവിടുന്ന് ഈ റോഡിലിരുന്ന് സമരം ചെയ്തത്. അപ്പോൾ ഇവരുടെ സമരങ്ങളും ഇവരുടെ ആവശ്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പോളോ ടെക്സ് യൂണിറ്റിലെ യുണൈറ്റഡ് നേഴ്സസ് അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. നിലവിൽ അപ്പോളോ ഹോസ്പിറ്റലിലെ എല്ലാ നേഴ്സുമാരും ഇന്ന് സമരപാതയിലാണ്. തെരുവിൽ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റും സർക്കാരും. എന്തിനാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക, രോഗി നേഴ്സ് അനുവാദം കൃത്യമായി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഏകദേശം 2000 മുതൽ ഞങ്ങൾ സമരപാതയിലാണ്. എന്നാൽ നാളെ ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് യാതൊരുവിധ ഗുണം തന്നെ കിട്ടിയിട്ടില്ല. അവസാനമായി 2018-ലാണ് ശമ്പള പരിഷ്കരണം നടന്നത്. 7 വർഷമായി യാതൊരുവിധ നടപടികളും മാറ്റങ്ങളും ഇന്നും വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ജീവിത ചെലവ് കൂടുന്ന നിലയിലും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾ നെട്ടോട്ടം മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത സമരമാണത്. ഈ സമരം വിജയിച്ചേ പറ്റൂ. ജയിവേണ്ട. ഇത് എത്ര നേഴ്സസ് ഉണ്ട് ഇവിടെ? അപ്പോളോ ഹോസ്പിറ്റലിൽ ഏകദേശം 300-ൽ താഴെ നേഴ്സുമാരാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഈ ദിവസം ഇവിടെ 290 നേഴ്സുമാരടക്കമുള്ള സ്റ്റാഫുമാർ സമരത്തിലാണ്. നാളെ മുതൽ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന എമർജൻസി കൊടുത്തിരിക്കുന്ന സ്റ്റാഫുമാരടക്കം നമ്മൾ സമരത്തിലേക്ക് ഇറക്കുകയാണ്. സമരം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ റൺ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ എല്ലാ ചർച്ചകളും പരാജയപ്പെടുന്ന നിലയ്ക്കാണ് നമ്മൾ ഈ സ്റ്റാഫുമാരെ ഇറക്കുന്നത്. രോഗികൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഹോസ്പിറ്റൽ രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാനേജ്മെന്റും സർക്കാരുമായിരിക്കും അതിന് ഉത്തരവാദിത്വം. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്ന സാലറി എത്രയാണ്? ഞങ്ങളുടെ ബേസിക് സാലറി 20,000 രൂപയാണ് കിട്ടുന്നത്. അത് 2018-ൽ വന്ന മിനിമം സാലറിയാണ്. അതിലൊന്നും യാതൊരു വ്യത്യാസവും ബേസിക്കലി ഞങ്ങൾക്ക് വന്നിട്ടില്ല. ഒരു ബ്രാൻഡാണ് ഇത്, വലിയൊരു ബ്രാൻഡാണ് അല്ലേ? ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡുകളിലൊന്നാണ്. ഇത്രയും വലിയൊരു പേരുള്ള ഒരു ഹോസ്പിറ്റലുകളിൽ ഇത്ര തുച്ഛമായ സാലറിക്ക് നേഴ്സസിന് ജോലി ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് വലിയൊരു ഷെയിമാണ്. വളരെ മോശമായ ഒരു കാര്യമാണ്. കാരണം പൊതുജനങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അപ്പോളോ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ ജോലി ചെയ്യുന്നത് ഹൈ സാലറിക്ക് എന്നാണ്. എന്നാൽ ഞങ്ങളുടെ ഇവിടെ അവസ്ഥ നിങ്ങൾക്ക് കാണാറിയാം. എത്ര കുട്ടികളാണ് ഇവിടെ ഒരു വെയിലത്തിരുന്നുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഹോസ്പിറ്റലിന്റെ പേരിലല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട, നിങ്ങൾ ആവശ്യപ്പെടാൻ ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത് അങ്ങനെ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? മെയിൻ ആയിട്ടുള്ള കാര്യം ഞങ്ങൾ സാലറി ഇൻക്രിമെന്റ് ആണ്. സാലറിയിൽ മാത്രം ഒതുക്കുന്നതല്ല ഞങ്ങളുടെ കാര്യങ്ങൾ. അതാണ് ഞങ്ങളുടെ ജീവിതാവശ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു എൻവയോൺമെന്റ്, ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം. അതായത് ഒരു രോഗി ഒരു പേഷ്യന്റ്, ഒരു സ്റ്റാഫ് നോക്കുന്നത് 6 പേഷ്യന്റാണ്. അത് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. ഞങ്ങൾ ഇവിടെ നോക്കുന്നത് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ 8-10 പേഷ്യന്റ് ഒക്കെ വരാം. അത് പേഷ്യൻസിനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവർക്കും നല്ല രീതിയിൽ സർവീസ് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മാനേജറുമായി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള നഴ്സുമാരുണ്ടോ, പുറത്തുനിന്നുള്ളവരുണ്ടോ? ഇല്ല, ഇപ്പൊ നിലവിൽ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള നഴ്സുമാരാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതെല്ലാം കേരളത്തിൽ നിന്ന് മലയാളികളായ നഴ്സസ് തന്നെയാണോ? എല്ലാവരും മലയാളികളാണ്. ഈ ചുറ്റുവട്ടത്തുള്ള നഴ്സുമാരാണ് കൂടുതൽ. അങ്കമാലി ഈ സൈഡിലുള്ള നഴ്സുമാരാണ് കൂടുതൽ ഇവിടെ ജോലി ചെയ്യുന്നത്. ഇതെല്ലാം GNM ആണോ? GNM നഴ്സുമാരുണ്ട്, BSc ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ നഴ്സസ് സ്റ്റാഫുകളല്ലാതെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകൾ നിങ്ങളുടെ അടുത്തുണ്ടോ? ഇല്ല, നിലവിൽ അവരെ നമ്മൾ ഇറക്കിയിട്ടില്ല. പാരാമെഡിക്കൽസ് ഒക്കെ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. നിലവിൽ അവരെ ഇറക്കിയിട്ടില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ സമരം ശക്തമായാൽ നമ്മൾ അവരെയും കൂടിയും സമരത്തിന് വേണ്ടി ഇറക്കാൻ അവരും തയ്യാറാണ്. പക്ഷെ നമ്മളൊരു ഹോസ്പിറ്റൽ, ഒരു മാനസിക പരിഗണന വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളും ഹോസ്പിറ്റലാണെന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. തുടർന്ന് സമരം ശക്തമായാൽ നമ്മൾ അവരെയും ഈ സമരത്തിന് നമ്മൾ ഇറക്കുന്നതാണ്. നിങ്ങളുടെ സംഘടന ഏതാണ്?
യുണൈറ്റഡ് നേഷൻസ് അസോസിയേഷൻ. ഓക്കെ, ഇത് കേരളത്തിലുള്ള മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ ഉണ്ടോ ഇങ്ങനെ സമരങ്ങൾ? നിലവിൽ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഈ സംഘടനയുണ്ട്. അവിടെ എല്ലാവർക്കും ഇന്ന് സമരം നടക്കുകയാണ്. എല്ലാ ഹോസ്പിറ്റൽ അങ്കമാലി നടക്കുന്നുണ്ട്, ആസ്ട്രൽ നടക്കുന്നുണ്ട്, കോഴിക്കോടും ബേബി എന്ന് പറഞ്ഞ എല്ലാ ഹോസ്പിറ്റലിലും ഇന്ന് സമരം നടക്കുകയാണ്. ഞങ്ങൾ 2026 ഫെബ്രുവരിയിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഏകദേശം 10,000-ലധികം നേഴ്സുമാർ വെച്ചുകൊണ്ടാണ് അത് നടന്നത്. എന്നാൽ അതിനെതിരെ ഭരണകൂടങ്ങൾ ഞങ്ങൾക്കെതിരെ കണ്ണടക്കുകയാണ്. ഇവിടെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് സമരം നടത്തി. 50,000-ഓളം വരുന്ന നേഴ്സുമാർ വെച്ചുകൊണ്ട് ആ സമരം നടത്തിയത്. അതിനെതിരെയും ഗവൺമെന്റും മാനേജ്മെന്റും കണ്ണടച്ചു. തുടർന്നാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഗുണ്ടകളെ ഇറക്കി നേഴ്സുമാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അത് തീർത്തും ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു തൊഴിലാളികൾക്ക് ഒരു മനുഷ്യനും എവിടെയായാലും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതാണ്. അത് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നത് മാന്യമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. അതിനെതിരെ ഏത് ഗുണ്ടകൾ വന്നാലും ഞങ്ങൾ ശക്തമായി പ്രതിരോധം ഞങ്ങൾ തീർത്തിരിക്കും. അപ്പോ ഇതൊരു അനിശ്ചിതകാല സമരമാണോ? എന്ന് സമരം തീരുന്നു അന്ന് ഞങ്ങൾ ഡ്യൂട്ടി കയറും. തീർന്നില്ലെങ്കിൽ അത് നിശ്ചിതകാലമായി മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു. 40,000 അടിസ്ഥാന വേതനമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഗവൺമെന്റ് കിട്ടിയ ബോർഡിനാണെങ്കിൽ അത് ഞങ്ങൾക്ക് അതുവരെ ഞങ്ങൾക്ക് അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. കാരണം ഡെയിലി ഇപ്പൊ പെട്രോളിന്റെ ചാർജ് കൂടിയിട്ടുണ്ടെങ്കിൽ നാളെ ബസ് ചാർജ് കൂടും. പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 6 hour ഡ്യൂട്ടിന്ന് പേര് മാത്രമേ ഉള്ളൂ. 8 hours 9 hours ഒക്കെ കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത്. ആ ഓവർ ടൈമിന്റെ പേയ്മെന്റ് ഒന്നും ഞങ്ങൾ അവരോട് ചോദിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇത്ര മാത്രം ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ ചെയ്യുന്നതിന് മാന്യമായിട്ടുള്ള കൂലി മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ ചോദിക്കുന്നത് ഈ 40,000 എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നും. പക്ഷെ അതൊന്ന് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ ഡെയിലി വേജസ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വെറും 1,333 രൂപയാണ് വരുന്നത്. 1,400 രൂപ തികച്ചു പോലും ഇല്ല. അതെങ്കിലും മനസ്സിലാക്കിയ ഒരു മാനുഷിക പരിഗണന ഞങ്ങളോട് കാണിക്കണം. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. പുറത്തു പോകാനും മറ്റു സാഹചര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് മുന്നിലുണ്ട്. പക്ഷെ ഞങ്ങളുടെ കുടുംബത്തോട് ഞങ്ങളുടെ കുട്ടികളോട് ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പുറം നാട്ടിൽ പോയി ജോലിയെടുക്കുന്ന ഓരോ സ്റ്റാഫ്മാർ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അവർ പറയുന്നത് അവർക്ക് അവരുടെ കുട്ടികളെ കാണാൻ തോന്നുമ്പോഴാണെങ്കിലും ഭർത്താവിനെയാണെങ്കിലും വീട്ടുകാരെങ്കിലും ഒരാൾ മരിച്ചാൽ പോലും മര്യാദയ്ക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല. അതൊക്കെ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് അവർ പോകുന്നു. പക്ഷെ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ പല സാഹചര്യങ്ങളിലും പോകാൻ തയ്യാറായി നിൽക്കാത്തത്.